നമ്മളെ വീട്ടിലൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ചൊരു വിഷയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് എം പിമാരുണ്ട്. എൻ്റെ പേരിനെ വെച്ച് ഒരുപാട് നേരം ഓഡിയൻസിനെ കീപ്പ് ചെയ്തതിന് ശേഷം ഇന്നെ പറയാതെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ, അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ അത് പിന്നെ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ പറ്റി പറഞ്ഞ ആരായാലും നോക്കി നിൽക്കത്തില്ല, എന്തായാലും പ്രതികരിച്ചേ പറ്റൂ. എല്ലാ വോയിസ് നോട്ടും ഞങ്ങളെ കയ്യിലുണ്ട്. എല്ലാ വോയിസ് നോട്ടും എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത്, ഇവർ ഏത് സാഹചര്യത്തിലാണോ റെക്കോർഡ് ചെയ്തത്, ഈ വോയിസ് നോട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സത്യത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് നേരത്തേക്ക് എങ്ങനെ ഈ കുട്ടീൻ്റെ മാനസിക നിലയെ ഇത് ബാധിക്കും, എങ്ങനെ ഈ കുട്ടി എത്രത്തോളം എമോഷണലാവും, അതായത് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം എങ്ങനെ ബാക്ക് ടു ട്രാക്കിലാവും. കാരണം ഇതൊരാവശ്യമില്ലാത്തൊരു കുട്ടീനെ ഒരു ലൈവിൽ വന്നിട്ട് 1.5 ലക്ഷം ആൾക്കാർ തത്സമയം കാണുക, പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോഴത്തേന് 8-8.5 ലക്ഷം ആൾക്കാർ ഈ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഈ 2.5 മണി മുതൽ ഇന്ന് ഈ വൈകുന്നേരം 5 മണി വരെ നമ്മൾ സൈലൻ്റ് ആയിരുന്നു. അപ്പം പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഈ 2.5 മണി മുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ നോക്കി കണ്ടിരുന്നു. നിങ്ങൾ കുടുംബത്തിലെ ആൾക്കാരെ തൊട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദൗത്യത്തിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ശബ്ദിക്കാണ്ട് ആ ദൗത്യം എന്താണെന്നുള്ളത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ടേം. അപ്പം നമ്മളപ്പം തന്നെ നമ്മൾ പോയ റിസോർട്ടിൽ നമ്മളെ ഡ്രൈവറൊക്കെ വിളിച്ചെണീപ്പിച്ച് നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കി, അർബാനിയ സ്റ്റാർട്ടാക്കി. 10-12 ആൾക്കാർ ആ റിസോർട്ടിൽ നിന്ന് രാത്രി 12 മണിക്ക് റിസോർട്ടിൻ്റെ ഓണർ വന്നിട്ട് ഉമ്മേ എന്താ എവിടുക്കുക നിങ്ങളെല്ലാവരും പോകുന്നത് 2 മണിക്ക്. അപ്പോൾ ഇക്കാണെങ്കിൽ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ, നമുക്ക് നാളെ തൊട്ട് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പോകേണ്ടി വരും. അപ്പോൾ അമ്മേ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു റിസോർട്ടിൽ. ഞാൻ ഇല്ല, റിസോർട്ട് നല്ല റിസോർട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട റിസോർട്ടാണ്, ഞങ്ങൾ ഇവിടെ വീണ്ടും വരും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ എല്ലാവരും കണ്ണും തുറന്നാണ് ഇരിക്കുന്നത്. 4 മണി വരെ ഞങ്ങൾ കണ്ണും തുറന്നിട്ട് ഇരിക്കുകയാണ്. കാരണം ഇത് എന്ത് ചെയ്യും, എങ്ങനെ ഫേസ് ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളൊരു സംഭവമാണ് ഏറ്റവും പ്രശംസ അർഹിക്കുന്ന ഒരു സംഭവം. അതായത് ആ സമയത്ത് വേണമെങ്കിൽ രോഷം കയറി നമുക്ക് അതിൽ വിപ്ലവം പുറപ്പെടുപ്പിക്കുക, ആ സമയത്ത് മറ്റേ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, വീരവാദങ്ങൾ മുഴക്കുക, തിരിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരും മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, ഇതൊക്കെ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നും ചെയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്തു, 2 മണിക്ക് ഞങ്ങളെ ഫോണിൽ നിന്ന് ആദ്യത്തെ കോൾ പോവാണ് സ്റ്റേഷനുകളിലേക്കും അതാത് വകുപ്പുകളിലുള്ള വ്യക്തികളിലേക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ സ്റ്റേഷൻ SIക്ക് പരാതി കൈമാറുന്നു. അപ്പം ഇത് ഞാൻ പറയട്ടെ, ഇപ്പോഴും പറയണം. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ചിന്തിക്കണ്ടാവും നമ്മൾ എല്ലാ കേസിൻ്റെയും പിന്നാലെയാണോ പോണത്. അല്ല, അത് സ്വമേധയാ അടുത്ത കേസുകൾ ഇതിൽ വേറെ തന്നെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടീനെ ഇതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. എന്തിനാ ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടീനെ ഞങ്ങൾ വലിച്ചിട്ടു, നിങ്ങൾ ഇന്നെ വലിച്ചിട്ടോളി. ഇപ്പോൾ ഞാൻ പറയാം, ബാസിൽ ഞങ്ങൾ ആണുങ്ങളുണ്ട്, ഇപ്പോൾ ജിംഷ, അഫ്രാസ്, അപ്പം ഷാനു, നബീൽ, ഞങ്ങളെല്ലാവരും ചെക്കന്മാരാണ്. നമുക്കിപ്പോൾ കുറച്ചും കൂടി എന്തുണ്ടാവും ബാക്കിയുള്ളവരെക്കാട്ടിലും ഇതൊക്കെ ഇതിന്ന് കടന്ന് ശീലിച്ച് കുറച്ചൊരു മനക്കട്ടി കുറച്ച് ബിൽഡായി കാണും. നിങ്ങൾ എന്ത് ചെയ്താലും വിഷയമില്ല എന്നുള്ളൊരു മനക്കട്ടി നമുക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് കേസിലും അപ്പോൾ ഇതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഈ സബ്ജക്റ്റുകളെന്ന് വരുമ്പോൾ നമ്മളെ സൈഡിൽ നിന്നൊന്നും ശബ്ദം ഉണ്ടാക്കാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിനെ വലിച്ചിടുമ്പോൾ ഇത് ഫാമിലിയാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ആദ്യത്തെ പരാതി SIക്ക് കൊടുത്തു. അതുപോലെ തന്നെ SI ഈ പരാതിയിൽ ഈ വീഡിയോ, അതായത് ഇതിൽ ശബ്ദം ഒരു വ്യക്തിൻ്റെതാണ്, ഈ വ്യക്തിൻ്റെ തന്നെ കൂടെയുള്ള ആൾക്കാരാണ് ഈ വ്യക്തി മുമ്പ് സംസാരിച്ച ശബ്ദങ്ങളും കാര്യങ്ങളും ശബ്ദരേഖകൾ പുറത്തു വിട്ടുള്ളത്. അപ്പം ഈ പുറത്തു വിട്ട ആൾക്കാരും ഈ ശബ്ദരേഖയിലുള്ള ആൾക്കാരും ഒക്കെ ഈക്വലി എന്താണ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. അതായത് ഈ കുട്ടീനെ ആവശ്യമില്ലാണ്ട് കൊത്തി കീറിയതിലൊരു പാർട്ടാണ്. അപ്പം എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഒരു മാപ്പ് അർഹിക്കണ തെറ്റുപോലല്ല. അതായത് വന്ന് മാപ്പ് പറഞ്ഞാൽ പോലും നമുക്ക് അതിൻ്റെ ഒരു സങ്കടമോ അല്ലെങ്കിൽ നമുക്കതിൽ നിന്നുണ്ടായ ഒരു നഷ്ടം തീരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ SIക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നീട് CI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു. വേറൊരു CI സാറിന് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ നമ്മൾ SP സാറെ കാണാൻ പോയി. അതായത് കഴിഞ്ഞ 3 ദിവസം, ആദ്യത്തെ ദിവസം SIനെ കണ്ടു, രണ്ടാമത്തെ ദിവസം CI സാറെ കണ്ടു, മൂന്നാമത്തെ ദിവസം SP സാറെ കണ്ടു, നമ്മളെ വളരെ അടുത്തിട്ടുള്ളൊരു SP സാറെ കണ്ടു. അതുപോലെ തന്നെ ആ SP സാറ് നമ്മളോട് വേറെ SP സാറെ പോയിട്ട് കാണാൻ പറഞ്ഞു. മലപ്പുറം ജില്ലേൻ്റെ മേധാവിയായിട്ട് വരുന്നൊരു സാറായിട്ട് പരാതി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അത് ബോധ്യപ്പെടുത്തി. അതിനുശേഷം ഞങ്ങളെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായി. അതായത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ടായില്ല, ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഇത് കണ്ടിരിക്കണം, നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ഈ ഒരു ദൗത്യത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സനു ചേട്ടന്. അപ്പോൾ സനു ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും
ആഭ്യന്തരമന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല മുമ്പാകെ നിങ്ങൾ ഈ പരാതി എന്തായാലും ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിനുള്ളൊരു അവസരം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിതിൽ ഒരുപാട് ആൾക്കാർ, ജഷീം കണ്ട്, അതുപോലെ തന്നെ നമ്മളെ ബാസിലിൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്, അതായത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ചുമ്മാ കുറെ എണ്ണം വീഡിയോ ഇട്ട് റീച്ചാക്കി ചുമ്മാ പൈസ കിട്ടാൻ വേണ്ടി.